ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്കൊരു ചെടിയോടുള്ള ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഉച്ച നേരത്തൊക്കെയാണ് എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം അവർക്ക് കലാത്തിയാണ് കേട്ടോ വേണ്ടിയിരുന്നത്. കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കണ്ടിന്യൂ ആയിട്ട് മെസ്സേജുകൾ കൊടുക്കാത്തതിനെ കൊണ്ട് പിന്നെ ആരും റിപ്ലൈ ഒന്നും കണ്ടില്ല. അപ്പോൾ ആ ഒരു ഓർഡറൊക്കെ പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ നിർത്താതെ എന്നോട് മെസ്സേജ് അയച്ചതിനെ കൊണ്ടാണ് ഞാൻ അത് എടുത്തത്. കാരണം ആ നമ്പർ ആകുമ്പോൾ തന്നെ ഞാൻ വേറൊരു നമ്പർ ആയതിനെക്കൊണ്ട് എപ്പോഴും ഇങ്ങനെ മെസ്സേജൊന്നും കാണൂല. അപ്പം ഇവർ കലാത്തിയെ ചോദിച്ചാലും ഞാൻ കുറേ ഫ്രീ പ്ലാൻസ് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ കാണുന്ന ചെടി 300 രൂപയുടെ ചെടിയാണ് കേട്ടോ. എനിക്കിതൊരു 10 രൂപ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് നനച്ചു കൊടുക്കുക, എപ്പോഴെങ്കിലും വളമിട്ട് കൊടുക്കുക, ഇതെല്ലാം ഉള്ളൂ. അപ്പോൾ നഷ്ടങ്ങളൊന്നുമില്ല. അപ്പം പിന്നെ കുറച്ച് മാസം മാറിയ ചെടികളും അതേപോലെ നമ്മുടെ മോൺസ്റ്ററ, പിന്നെ ഒരു ടൈപ്പ് മണി പ്ലാന്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചെടി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മളെ വീട്ടിലുള്ള ചെടികൾ വെച്ച് തന്നെ ആദ്യം സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം എന്താണ്, എനിക്കും ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ചെടി സെയിൽ ചെയ്യണം, എന്തെങ്കിലും ഏൺ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, അന്നൊന്നും എന്താണ് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പം എന്താ ചെയ്യാന്നുള്ള, എങ്ങനെ അയച്ചു കൊടുക്കുക, ഇതിപ്പം അയച്ചാൽ തന്നെ അവിടെ എത്തുമോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ എപ്പോഴാണ് അത് എത്തുക എന്നൊക്കെ ഒരു ബേജാറ്. പക്ഷേ പിന്നെ എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ഒരു 500 രൂപയ്ക്ക് ഒരു ചെടിയാണ് കേട്ടോ ഞാൻ അയച്ചത്, യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ. അന്ന് ഇതേപോലെ കുറേ ചെടികൾ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 500 രൂപ അവർ അന്ന് തന്നതായിരുന്നു അന്ന്. ഇതിപ്പം എന്താണ്, അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അന്ന് കുറേ കവറും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വിട്ടു. പിന്നെയാണ് മോളെ പ്രഗ്നൻ്റ് ആയതൊക്കെ. പിന്നെ ഉള്ള ചെടികൾ അങ്ങനെ നോക്കി കൊണ്ടു നടക്കുക ഇത് സെയിൽ ചെയ്യാനുള്ളൊരു ചിന്ത അന്ന് പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് ചാനൽ, മോക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതായത് ഈ ചാനൽ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്താണ്, മക്കളൊക്കെ സ്കൂളിൽ പോയി, കുട്ടി ചെറുതാണ്, ഞാൻ വിചാരിച്ചു ചാനലൊന്ന് ഉഷാറാക്കി എടുത്താലോ എന്താ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഞാൻ സ്വന്തമായിട്ട് വ്ളോഗ് ഇടാൻ തുടങ്ങിയത്. ഫസ്റ്റ് തന്നെ ഞാനിട്ടൊരു വ്ളോഗ്, കുക്കിങ്ങിൻ്റെ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ട്. ചെടി സംബന്ധമുള്ള ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ചെടികൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ കുറേ ആയിട്ട് നല്ലോണം ഉണ്ടായിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന്, അങ്ങനെ ഒരു വീഡിയോ ഇടാം. പെട്ടെന്നൊരു ഉച്ചയ്ക്ക് ഞാൻ പോയിട്ട് ഫോണായിട്ട് പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അന്നേരം തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ആ വീഡിയോ മാഷാ അല്ലാഹ് നന്നായിട്ട് ഓടി. 1K സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് തന്നെ ആയിട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ ഈ ഒരു ചെടി കൊറിയർ ചെയ്യുമ്പോൾ ഇതേപോലെ കൊക്കോപ്പിറ്റ് ഞാൻ അങ്ങനെ ചെയ്യൽ കേട്ടോ. ഒരു കവറിൽ ഞാൻ കൊക്കോപ്പിറ്റ് നനച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കും. നമ്മുടെ ഈ വീട്ടിലേക്ക് സാധനം കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, ആ കവറിൽ. എന്നിട്ട് ഈ ചെടികളൊക്കെ ഇതേപോലെ കുത്തി വെച്ച് കൊടുക്കുക ചെയ്യുക കേട്ടോ. പോരാത്ത കുറച്ചും കൂടെ അതിൽ ഇട്ട് കൊടുക്കും ഞാൻ. കാരണം ഇല വാടിപ്പോയാലും ചെടീൻ്റെ മുരടിനൊന്നും സംഭവിക്കരുത്. അപ്പോൾ ഞാൻ അതേപോലെ നല്ലോണം കോക്കോപ്പീറ്റ് നനച്ചിട്ട് കൊടുക്കും. പക്ഷെ ഒന്നും ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ അയച്ചപ്പോൾ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, നമ്മളെ വീഡിയോയിൽ പിന്നെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ആരും തരാറില്ല. ആ വീഡിയോ ചെടി കൊടുത്ത ആൾക്കാർ ആ വീഡിയോ പോലും പിന്നെ കാണുന്നുണ്ടോ എനിക്കറിയില്ല, ഒരു ഇതും കാണാറില്ല കേട്ടോ. അപ്പം ഇതേപോലെ ഇങ്ങനെ വെച്ചെടുക്കും. പിന്നെ നല്ലോണം ഞാനത് ചുറ്റി കൊടുക്കും കേട്ടോ. ടാപ്പ് വെച്ച് നല്ലോണം ചുറ്റി കൊടുക്കും. അപ്പോൾ ഇതേപോലെ വെച്ചെടുത്തെന്താ വെച്ചാൽ ഇല നമുക്കെന്താ പറയുക, ഒരു നനവ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമല്ലോ, കൊക്കോപ്പീറ്റാകുമ്പോൾ നനവ് നിൽക്കുമല്ലോ. ഈ അഗ്ലോണിമൊക്കെ ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്താണ് കേട്ടോ. അതൊന്നും പേയ്മെൻറ്റ് ചെയ്തതല്ല. അഗ്ലോണിമൊക്കെയാണ് ഒരു പൈസ അടിച്ചിട്ടുള്ളത്, ബാക്കി ഞാൻ ഫ്രീ ആയിട്ട് വെച്ച് കൊടുത്താണ് കേട്ടോ. പിന്നെ എന്താണ്, ഈ ഒരു കലാത്തി ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്താണ്. അപ്പം ഇങ്ങനെയാണ് ചെയ്യുക. ഇനി നല്ലോണം ഞാനത് ചുറ്റി കൊടുക്കും. അതിൻ്റെ മണ്ണും കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോകരുതല്ലോ, അതുകൊണ്ട് നല്ലോണം ചുറ്റി കൊടുക്കും. ഇത് ഒരു പണിയില്ല. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പണിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ വലിയൊരു സീനില്ല. പിന്നെ ഹസ്ബൻഡുള്ള സമയത്താണെങ്കിൽ ഹസ്ബൻഡാണ് എനിക്ക് പാക്കിങ് ചെയ്തു തരിക. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഇതില്ല, ഹസ്ബൻഡ് ഈസി ആയിട്ട് ചെയ്യും. ഞാൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. എന്നാലും വലിയൊരു പാടില്ല, ഞാൻ ചെയ്ത സമയം ഉണ്ടായിരുന്നു. അപ്പം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം കേട്ടോ. നമുക്കൊരു കറക്റ്റ് ടൈം എന്ന് പറഞ്ഞൊരു ടൈം എന്തായാലും വരില്ല. ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുക, അത്രേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് സമയം ഉണ്ടാക്കിയിട്ടാണ്, എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഓൺലൈൻ സ്ഥാപനത്തിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ഇത് എല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ലല്ലോ. ഇല്ല എന്നല്ല, നമ്മൾ അങ്ങനെ ആക്കണേ നമുക്ക് വേണമെങ്കിൽ ആക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുമെന്നാണെങ്കിൽ അപ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സമയം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, നമ്മുടെ നല്ല ടൈമുകളൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെക്കൊണ്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ചില ആൾക്കാർക്ക് കുക്കിങ്ങിലാവും ഇൻട്രസ്റ്റ്, അപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ രീതിക്ക് മുന്നോട്ട് പോകാം. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും വീഡിയോ ഒന്നും ആവില്ല. ഞാൻ തന്നെ ഇപ്പോൾ എത്ര ദിവസമായി വീഡിയോ ഇടാൻ കിട്ടും. ഞാനിപ്പോൾ റെഗുലർ വീഡിയോ ഇടുന്നില്ല, എന്നാലും കുഴപ്പമില്ല. എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്രതീക്ഷയിൽ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആവുമെന്നൊരു പ്രതീക്ഷയിൽ. എന്നാലും ഞാൻ മാസം ചെറിയൊരു എമൗണ്ടൊക്കെ ഏൺ ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് ചെറിയൊരു സപ്പോർട്ടൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ട്യൂഷൻ എടുത്തിട്ടായാലും ഞാൻ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതിന് വലിയൊരു കാര്യം. എൻ്റെ ഭർത്താവ് ഒരു ഇൻഡസ്ട്രി പണിക്കാരനാണ് കേട്ടോ, വെൽഡറാണ്. അപ്പം നല്ല വെയിൽ കൊണ്ടിട്ടാണ് ഓരോ രൂപ ഉണ്ടാക്കുന്നത്. അപ്പം എന്താ പറയുക, അതിൻ്റെ ഒരു ശരിക്കും നല്ലൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ബുദ്ധിമുട്ടൊക്കെ ഞാനും മക്കളും ഒക്കെ കാണുന്നതാണ്. ചില ദിവസം വെയിൽ കൊണ്ട് വരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. അറിയാമല്ലോ വെയിലിൻ്റെ ചൂട്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുറത്ത് പണിക്ക് പോകുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് പറയണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ഞാനൊരു സപ്പോർട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാനും ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ട്യൂഷൻ എടുക്കാനാണ് ആദ്യം തുടങ്ങിയത്. പിന്നെയാണ് ഞാൻ യൂട്യൂബിലെ വീഡിയോ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അൽഹംദുലില്ലാഹ് 1K സബ്സ്ക്രൈബേഴ്സ്, ഏണിങ്സ് ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല, എന്നാലും എനിക്ക് ഞാൻ പറയാം ഉദ്ദേശിച്ച രീതിയിലൊക്കെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴും കൈവിടുന്നിട്ടില്ല കേട്ടോ ഞാൻ. അപ്പം ഇതേപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇപ്പം യൂട്യൂബിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്, ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് കേൾക്കുന്ന ഒരു യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എനിക്ക് പാക്ക് ചെയ്ത് തരുന്നത്. മൂപ്പര് പാക്ക് ചെയ്യുമ്പം നന്നായിട്ട് പാക്കാക്കും, കാരണം അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഹസ്ബൻഡ് അത് ഏൽപ്പിച്ചു. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ വേഗം ചെയ്തോളാം. ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. ഷോർട്സിനൊക്കെ നല്ല വ്യൂസൊക്കെ കിട്ടുന്ന ഒരു സമയമാണെന്നാണ് പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യൽ. ഞാൻ ഇങ്ങനെ അധികം യൂട്യൂബ് ചാനലൊന്നും നോക്കാറില്ല. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോ കണ്ടിരിക്കാനുള്ളൊരു ഇതില്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ചാനലുകളുണ്ട്, അത് ഞാൻ സ്ഥിരമായിട്ട് കാണും. നമ്മുടെ ദീപ്തി തീരത്തോട് എന്ന് പറഞ്ഞ ഒരാളുടെ ചാനലുണ്ട്, അത് ഞാൻ സ്ഥിരമായിട്ട് കാണും. അങ്ങനെ കുറച്ച് ചാനലുകൾ സ്ഥിരമായിട്ട് കാണലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണ്, ഒരു കുക്കിംഗ് നമുക്ക് ഉണ്ടാക്കാത്ത സാധനം നമ്മൾ ഉണ്ടാക്കുക എന്നൊക്കെ വരുമ്പോൾ ഞാൻ ഇതേപോലെ യൂട്യൂബ് ചാനൽ നോക്കലുണ്ട്. അല്ലാതെ 24 മണിക്കൂറും യൂട്യൂബ് നോക്കിയിരിക്കുക അങ്ങനെയൊന്നും ആരും ചെയ്യൂലല്ലോ. അങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ആരപ്പോൾ വെറുതെ ഇരിക്കുന്നവർ, എല്ലാവരും ഓരോരോ പണികളുള്ളവരല്ലേ. എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ എല്ലാ നല്ല കാര്യത്തിനും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ എന്ത് നല്ല ഡിസിഷൻ എടുക്കുകയാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട്. അത് വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മുമ്പിൽ ഒട്ടിക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വലിയ പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ചത് എന്താ പറയുക, ചെറിയ രീതിയിലൊക്കെ കൊളായിട്ടുണ്ടായിരുന്നു. ഞാൻ വലിച്ചൊട്ടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി. അപ്പം ഇതൊക്കെ നമ്മൾ ഇത് കൊറിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആ പേപ്പറും കൂടെ നമ്മൾ കവർ ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു എന്താ പറയുക ടാപ്പിൻ്റെ സംഭവം വാങ്ങണം. ഇത് കൊറിയർ ചെയ്യുമ്പോൾ ഈ ഒരു കളറും ബ്രൗൺ കളറാണ് വാങ്ങേണ്ടത്. അത് രണ്ടും നമുക്ക് വേണം, കാരണം ഒട്ടിക്കണമല്ലോ അയക്കണമെങ്കിൽ. അധികം DTDC ചൂസ് ചെയ്യാവോ ഏറ്റവും നല്ലത്. DTDC ആകുമ്പോൾ സാധനം പെട്ടെന്ന് എത്തും, നമ്മൾ പോയി പിക്ക് ചെയ്യേണ്ടി വരും, എന്നാലും സാധനം പെട്ടെന്ന് എത്തും. DTDC ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം ഇതേപോലെ നല്ലതായിട്ട് എല്ലാ ഭാഗവും അഡ്രസ്സ് എഴുതിയ ശേഷമാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. ഞാൻ സൈഡ് ഒട്ടിച്ചിട്ടാണ് അതിൽ അഡ്രസ്സ് എഴുതാൻ പോണത്. നമ്മൾ എഴുതിയിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് ഒട്ടിച്ചാലും മതി. പക്ഷെ ഞാനിത് ഒട്ടിച്ച ശേഷമാണ് എനിക്കത് പിന്നെ ഓർമ്മ ചെയ്തത് എഴുതണം എന്നുള്ളത്. നമ്മളിതേപോലെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് പല അബദ്ധങ്ങളും സംഭവിക്കും കേട്ടോ. ഇത് ആലപ്പുഴയിലേക്കാണ് കേട്ടോ. അപ്പോൾ ദേവിക ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ട് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.